എന്താ മോളെ? മമ്മി പറയണ്ട, നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെയും കൊണ്ട് കളരിക്കലേക്ക് പോകാനല്ലേ മമ്മി ഉദ്ദേശിക്കുന്നത്? എനിക്ക് വേണ്ടി ഇനി മമ്മി അവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കണ്ട. എനിക്കിത് സഹിക്കില്ല. നമ്മൾ കളരിക്കിലേക്കാ പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? മമ്മി, ഇത് എന്റെ വിധിയാ. ഇത് ഞാൻ അനുഭവിച്ചോളാം. മോളുടെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തിട്ട് മമ്മിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? സ്വന്തം മകളുടെ ജീവിതം സെക്യൂർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ സിതാര ശ്രീനിവാസ് പിന്നെ എന്ത് നേടിയിട്ടെന്താ? സിനി, ഓഫീസ് കാര്യങ്ങളടക്കം ഞാനിവിടെ തിരിച്ചെത്തുന്നത് വരെ ഒരു കോള് പോലും എനിക്ക് വരാൻ പാടില്ല. ഓക്കെ മാം. മമ്മി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. ഒന്നുമില്ല മോളെ, നമ്മളൊന്ന് പുറത്തു പോകുന്നു. നിനക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ ചൂസ് ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാം. എന്നിട്ട് നീ ഓക്കെ ആണെന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോ ഞാൻ നവീനെ വിളിച്ചു വരുത്തും. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കണം. മമ്മി, ഇവിടെ വെച്ച് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം, വേണമെങ്കിൽ കളരിക്കലും ആവാം. പക്ഷെ ഈ രണ്ടിടത്തും നിങ്ങൾ മാത്രമായിരിക്കില്ല. കേട്ടു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും രീതിക്കനുസരിച്ച് നിങ്ങളുടെ സംസാരവും മാറും. ഞാൻ ഉദ്ദേശിക്കുന്നത് നീയും നവീനും മാത്രമായിട്ട് സംസാരിക്കുന്നുള്ളതാ. അതിനിടയിൽ എന്റെ കൂടെ ആവശ്യമില്ല. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നു, അത്രേ ഉള്ളൂ. മാം പറയുന്നത് ഒരു നല്ല മാറ്റമല്ലേ ഗാഥ മാഡം? നിങ്ങൾ രണ്ടുപേരും കാര്യപ്രാപ്തിയുള്ളവരാണല്ലോ. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്താ ഉള്ളത്? മമ്മിക്കറിയാവുന്ന മാർഗങ്ങളെല്ലാം നോക്കും. എന്റെ നഷ്ടപ്പെട്ട ലൈഫല്ല, നിനക്ക് നേടാനുള്ള ലൈഫിനെ കുറിച്ചാണ് എന്റെ ചിന്ത. താങ്ക്സ് മമ്മി. മമ്മി കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്.